ഇതൊരു ട്രെയിൻ തത്കാൽ ടിക്കറ്റ് ബുക്കിങ്ങിന്റെ ഒരു രസകരമായ കഥ. ട്രെയിൻ യാത്രാ ടിക്കറ്റ് ചെറുതായിട്ടൊന്ന് വർദ്ധിപ്പിച്ചാലോ അത് വാർത്തയായി, വിഷയമായി, സമരമായി, വൻ പ്രതിഷേധമാകും. എന്നാൽ ഇരു ചെവി അറിയാതെ നമ്മുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ തകൃതിയായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഓമന പേരാണ് തത്കാൽ ബുക്കിംഗ്. ഇതിനാദ്യപടിയായി തത്കാൽ ടിക്കറ്റുകളുടെ എണ്ണം കാര്യമായി അങ്ങ് വർദ്ധിപ്പിച്ചു. അപ്പോൾ പൊതുജനത്തിന് സന്തോഷം. വളരെ അത്യാവശ്യമായ യാത്രയ്ക്ക് തത്കാൽ ടിക്കറ്റെങ്കിലും എടുത്തു പോകാമല്ലോ. ഇനി ഒരു കഥ പറയാം. ഞാനടുത്ത് ഹൈദരാബാദ് യാത്ര വെച്ചു. 700 രൂപയുടെ ഒരു സ്ലീപ്പർ ടിക്കറ്റിന് തത്കാലിൽ നോക്കിയപ്പോൾ 920 രൂപ, 220 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു. ഇനി 3 ടയർ AC-ക്കാണെങ്കിൽ 2300 രൂപ. ഇനിയും മറ്റൊരു സാധനം കൂടിയുണ്ട്, പ്രീമിയം തത്കാൽ. അതിന് 4300 രൂപ. ഇനി 2 ടയർ അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകളുടെ തത്കാൽ നിരക്ക് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, വെറുതെ ബോധം കളയണ്ട. ഇനി തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴാണ് രസകരമായ സംഭവങ്ങളുടെ തുടക്കം. തത്കാൽ ടിക്കറ്റ് ആദ്യം ഓപ്പൺ ആവുന്നത് AC ടിക്കറ്റിനാണ് 10 മണിക്ക്. 11 മണിക്ക് നോൺ AC ഓപ്പൺ ആവും. അതെന്താണെന്ന് ആലോചിച്ചാൽ കൂട്ടുകാർക്ക് സംഗതിയുടെ ഗുട്ടൻസ് മനസ്സിലാവും. ഔദ്യോഗിക ആപ്പ് IRCTC ഉൾപ്പെടെയുള്ളവയിൽ കയറി ബുക്കിങ്ങിന്റെ ഇൻഫർമേഷൻ കൊടുത്ത് ബുക്കിങ്ങിലേക്ക് കയറിയാലോ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന കാശ് അപ്പോഴേ ഡെബിറ്റായി പോവും. ടിക്കറ്റ് കൺഫർമേഷൻ വരികയുമില്ല. കുറ്റം പറയാൻ പറ്റില്ല. 48 മണിക്കൂറിന് ശേഷം ഇത്തരത്തിൽ പോയാൽ അത് തിരിച്ചു കിട്ടും. അത് വളരെ കറക്റ്റാണ്. ഒരിക്കൽ എൻ്റെ സുഹൃത്ത് അത്യാവശ്യത്തിന് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. 3 പേരാണ് യാത്ര. 700 രൂപ ടിക്കറ്റിന് 2300 വെച്ചിട്ട് ഏകദേശം 6900 രൂപയ്ക്ക് 3 ടയർ AC ബുക്ക് ചെയ്യുന്നു. എന്തായാലും പേയ്മെന്റ് സമയത്ത് അത് ഹാങ് ആയി നിൽക്കുന്നു, കൺഫർമേഷൻ വരുന്നില്ല. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ടിക്കറ്റ് തീരും. ഹസ്ബൻഡ് വിഷയത്തിൽ ഇടപെടുന്നു. അദ്ദേഹവും അപ്പോൾ തന്നെ ട്രൈ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഫോണിൽ അദ്ദേഹത്തിന്റെ പേയ്മെന്റ് ഘട്ടത്തിൽ ഹാങ് ആയി നിൽക്കുന്നു. 2 ബുക്കിങ്ങും കൺഫേം ആവാത്ത സങ്കടത്തിൽ ഈ ഫാമിലി ഇരിക്കുമ്പോൾ സന്തോഷകരമായ ഒരു മെസ്സേജ് 2 ആളിനും വന്നു. എന്താ സംഗതി? 2 ടിക്കറ്റും കൺഫേംഡ് ആയിരിക്കുന്നു. സന്തോഷം അതിരുകവിഞ്ഞു. യാത്ര എന്തായാലും ഓക്കെ ആയല്ലോ. പക്ഷേ വിഷയം അവിടെ തുടങ്ങുന്നു. വളരെ പെട്ടെന്ന് തന്നെ 2ാമത്തെ ടിക്കറ്റ് അവർ ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്ത എമൗണ്ട് വിതിൻ നോ ടൈം അവർക്ക് തിരിച്ചു വന്ന മെസ്സേജ് വന്നു. മെസ്സേജ് ഓപ്പൺ ചെയ്തു. അവർ ഞെട്ടിത്തെരിച്ചു. എന്താണ്? അവർ സംപൂജ്യരായി. റിട്ടേൺ എമൗണ്ട് 0. ഇതെന്തൊക്കെ നിയമം, എന്തൊക്കെ നടപടി, ആരോട് പറയാൻ ഇതൊക്കെ?